തീർച്ചയായും തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കാലാവസ്ഥ മഴയുടെ മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി തന്നെ മഴ ശക്തമാകും എന്നുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ന്യൂനമർദ്ദം, അത് ചുഴലിക്കാറ്റാകുന്നു തുടങ്ങിയ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഉണ്ടോ? തീർച്ചയായും ബിപോർജോയ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റായി രൂപാന്തരപ്പെട്ടു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അറബിക്കടലിന്റെ തെക്ക് കിഴക്കൻ തീരത്ത് രൂപം കൊണ്ട ന്യൂനമർദ്ദം അതീവ ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്നു. അത് പിന്നീട് ചുഴലിക്കാറ്റായി മാറിയിരിക്കുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ കേരള തീരത്തെ അത് കാര്യമായി ബാധിക്കില്ല എങ്കിൽ പോലും കേരള തീരത്തിൽ അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത 5 ദിവസത്തേക്ക് ശക്തമായ മഴയും കാറ്റും ഒപ്പം ഇടിമിന്നലിനും ഒക്കെയുള്ള വഴിയൊരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിനായി കടലിൽ പോയ വലിയ വള്ളങ്ങളെയും ബോട്ടുകളെയും ഒക്കെ തിരിച്ചു വിളിച്ചിരുന്നു. കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ പോലീസും ഒക്കെ ഇടപെട്ടവരെ തിരിച്ചു വിളിപ്പിച്ചിരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമൊക്കെ ആയിട്ട് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ കാറ്റും വീശിയിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത് ജൂൺ മാസമാണ്. ജൂൺ മാസത്തിലാണ് മൺസൂണിന്റെ വരവ്. ഒരുപക്ഷെ ബിപോർജോയ് ചുഴലിക്കാറ്റിന്റെ വരവ് മൺസൂൺ കാറ്റിനെ ബാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ആ മേഘങ്ങളുടെ വരവിനെ തടയിടുന്ന തരത്തിലേക്ക് ഈ കൊടുങ്കാറ്റ് മാറുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മൺസൂൺ കാലവർഷം നീണ്ടു പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇടപെട്ട് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ മഴ പെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. പത്തനംതിട്ടയിലും അതുപോലെ തന്നെ പാലക്കാട് ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാപകമായ ഒരു യെല്ലോ അലർട്ട് ഇല്ല എങ്കിൽ പോലും പ്രധാനമായും നിർദ്ദേശം നൽകിയിരിക്കുന്നത് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കാണ്. കടലിൽ തിരമാലകളുടെ അളവ് കൂടാൻ അല്ലെങ്കിൽ ഉയരം കൂടാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം കടലാക്രമണ ഭീഷണി കൂടിയുണ്ട്. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നതിൽ നിന്നും പിന്മാറണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം കടലിലുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര മേഖലകളിൽ വിനോദസഞ്ചാരികൾ പോകരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം എപ്പോഴും തിരമാലകൾ ഉയരത്തിൽ വരാൻ സാധ്യതയുണ്ട്, അടിയൊഴുക്കിന് സാധ്യതയുണ്ട്, കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് വിനോദസഞ്ചാരികൾ പോകരുത് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും കടൽ തീരത്തിൽ അല്ലെങ്കിൽ കടലിനോട് സമീപത്ത് താമസിക്കുന്നവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എബി.